ഗുജറാത്തിലെ റിട്ടയർഡ് സ്കൂൾ അധ്യാപിക യശോദാബെൻ ഭാര്യയാണെന്ന് നരേന്ദ്രമോദി സമ്മതിച്ചത് ബിജെപിക്കെതിരെ രാഷ്ട്രീയ പ്രചാരണായുധമായി മാറുന്നു. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാത്ത മോദി എങ്ങനെയാണ് രാജ്യത്തെ വനിതകളെ രക്ഷിക്കുകയെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ചോദിച്ചു. മോദി ഇത്രയും കാലം നുണ പറഞ്ഞു എന്ന ആരോപണവും ശക്തമാണ്. വ്യക്തികളുടെ സ്വകാര്യത തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ശരിയല്ല എന്നായിരുന്നു ബിജെപിയുടെ പ്രതികരണം. താൻ വിവാഹിതനാണെന്ന് നാമനിർദ്ദേശ പത്രികയിൽ നരേന്ദ്രമോദി രേഖപ്പെടുത്തിയതോടെയാണ് ഇത്രയും കാലം നുണ പറഞ്ഞുവെന്ന ആരോപണം ശക്തമായത്. യശോദാബെൻ മോദിയുടെ ഭാര്യയാണെന്ന് നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം അത് അംഗീകരിച്ചിരുന്നില്ല. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാത്ത മോദി എങ്ങനെയാണ് രാജ്യത്തെ വനിതകളെ സംരക്ഷിക്കുമെന്ന വാഗ്ദാനം നൽകുന്നതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചത് ഈ സാഹചര്യത്തിലാണ്. നെഹ്റു കുടുംബത്തെക്കുറിച്ചുള്ള പല കഥകളും തങ്ങൾക്കറിയാമെന്നും അതൊന്നും പരസ്യമായി ഉന്നയിക്കുന്ന സംസ്കാരം തങ്ങൾക്കില്ലെന്നും ബിജെപി പ്രതികരിച്ചു. I did not expect Rahul Gandhi to stoop so low. There's been an unstated code of ethics in Indian politics. You don't refer to private lives of people and you never drag ladies into any controversy. വ്യക്തിപരമായ ആക്ഷേപമൊന്നും താൻ ഉന്നയിച്ചിട്ടില്ലെന്ന് രാഹുൽ ഗാന്ധി മറുപടി നൽകി. വസ്തുതകൾ പറയുക മാത്രമാണ് ചെയ്തത്. തനിക്ക് മറുപടി പറയാൻ ബിജെപി നേതാക്കൾ ഉപയോഗിക്കുന്ന ഭാഷയെയും രാഹുൽ വിമർശിച്ചു. No, actually, I didn't get personal. I just stated that on his affidavit, he had previously not mentioned something. So it's not a personal thing, it's just the fact that he has not mentioned something on his affidavit. മോദിയുടെ വിവാഹം മറച്ചുവെച്ച സംഭവം രാഹുൽ ഉന്നയിക്കുകയും ബിജെപി മറുപടി പറയുകയും ചെയ്തതോടെ ഇതൊരു പ്രചാരണ വിഷയമായി മാറുകയാണ്. വിവരങ്ങൾ മറച്ചുവെച്ച് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതിന് മോദിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പരാതി നൽകിയിട്ടുമുണ്ട്. മീഡിയ 1, ഡൽഹി. വിവാദ പ്രസംഗം നടത്തിയതിന് സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാനും ബിജെപി നേതാവ് അമിത് ഷായ്ക്കുമെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. സാമുദായിക വിദ്വേഷവും ശത്രുതയും ഉളവാക്കുന്ന തരത്തിൽ പ്രസംഗിച്ചതിനാണ് ഇരുവർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. ഇരുവരെയും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് കമ്മീഷൻ നേരത്തെ വിലക്കിയിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് ലഖ്നൌവിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നതിനിടെ അമിത് ഷാ വിവാദ പ്രസംഗം നടത്തിയത്. മുസഫർ നഗറിലുണ്ടായ കലാപത്തിന് പകരം വീട്ടണമെന്നാണ് അമിത് ഷാ പ്രസംഗിച്ചത്. 1999 കാർഗിലിൽ പാകിസ്ഥാനെതിരെ പോരാടിയത് മുസ്ലിം സൈനികരായിരുന്നു ാണ് അസം ഖാൻ പറഞ്ഞത്. ഛത്തീസ്ഗഡിൽ ബീജാപൂർ, സുക്മ ജില്ലകളിൽ ഉണ്ടായ കുഴിബോംബ് സ്ഫോടനങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും CRPF ഉദ്യോഗസ്ഥർക്കും നേരെയുമാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ മാവോയിസ്റ്റുകളാണെന്ന് പോലീസ് പറഞ്ഞു. പത്തനംതിട്ടയുടെ പേരിൽ PC ജോർജും ആന്റണിയും തമ്മിലുണ്ടായ തർക്കം UDFിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പത്തനംതിട്ടയിൽ PC ജോർജ് കാലുവാരിയെന്ന ആന്റണിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് നേതാവും UDF പൂഞ്ഞാർ മണ്ഡലം ചെയർമാനുമായ ജോർജ് ജേക്കബ് രംഗത്തെത്തി. ഇടുക്കിയിൽ UDFിന് വീഴ്ച പറ്റിയെന്ന് കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജും കുറ്റപ്പെടുത്തി. വിവാദത്തിൽ പൊതുചർച്ചയ്ക്കില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. PC ജോർജിനെ തള്ളി കേരള കോൺഗ്രസ് നേതാവ് KM മാണി. പത്തനംതിട്ടയിൽ ആന്റണി വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് KM മാണി. വിവാദങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും വിവാദങ്ങളിലേക്ക് തന്നെ വലിച്ചിഴക്കരുതെന്നും മാണി കോട്ടയത്ത് പറഞ്ഞു. വിവാദത്തിലേക്ക് എന്നെ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അഭിപ്രായം പറയില്ല. ആ അഭിപ്രായങ്ങൾ അത് ആന്റണി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. PC ജോർജ് അദ്ദേഹത്തിൻ്റെ വിവാദ പ്രസ്താവനകൾ നടത്തിയത് ശരിയായോ? അതിലേക്ക് ഞാൻ ആ വിവാദത്തിലേക്ക് കടക്കുന്നില്ല. എന്നെ നിങ്ങൾ നിർബന്ധിച്ച് ചോദിക്കാൻ നോക്കൂ. ഞാൻ ആ വിവാദത്തിലേക്ക് കടക്കുന്നില്ല. സുനിശ്ചിതമാണ് ആന്റണിയുടെ വിജയം. വൻപിച്ച ഭൂരിപക്ഷത്തോടെ ആന്റണി ജയിക്കും. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെതിരായ മുൻ മാധ്യമ ഉപദേഷ്ടാവ് സഞ്ജയ് ബാരുവിന്റെ പരാമർശങ്ങൾ BJP ആയുധമാക്കുന്നു. സഞ്ജയ് ബാരുവിന്റെ പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കോൺഗ്രസിനെയും സോണിയാഗാന്ധിയെയും പ്രതിരോധത്തിൽ നിർത്താൻ കഴിയുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. രണ്ടാം UPA സർക്കാരിൽ പ്രധാനമന്ത്രിയെ സോണിയാഗാന്ധി നിയന്ത്രിച്ചുവെന്നാണ് സഞ്ജയ് ബാരു ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകത്തിൽ പറയുന്നത്. My book is written on the premise that the people of India have a right to know about all the successes and the failures of Dr. Manmohan Singh as Prime Minister. I don't think anyone can question the motive. The motive was very clear, which is to record for posterity what I saw when I was in government. I wish more people in India, more people in government were to write such books. നരേന്ദ്രമോദിയുടെ വിവാഹ വിവാദം പ്രതിരോധത്തിലാക്കിയ BJPക്ക് പ്രചാരണ രംഗത്ത് വീണുകിട്ടിയ ആയുധമാവുകയാണ് സഞ്ജയ് ബാരുവിന്റെ പരാമർശങ്ങൾ. മൻമോഹൻ സിംഗ് ദുർബലനായ പ്രധാനമന്ത്രിയാണെന്ന തങ്ങളുടെ ആരോപണം ശരിവയ്ക്കുന്നതാണ് ബാരുവിന്റെ വെളിപ്പെടുത്തലെന്നാണ് BJPയുടെ നിലപാട്. പ്രധാനമന്ത്രിക്കെതിരായ സഞ്ജയ് ബാരുവിന്റെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാക്കി നിർത്താനാണ് BJPയുടെ തീരുമാനം. This book is not written by any Tom, Dick and Harry. It is written by somebody who held a responsible position in the Prime Minister's office and therefore
it is important. സഞ്ജയ് ബാരുവിന്റെ പരാമർശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധം സഞ്ജയ് ബാരു സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണെന്ന് PMO കുറ്റപ്പെടുത്തി. കോൺഗ്രസും സഞ്ജയ് ബാരുവിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. Friends, most of the book is subjective, based on personal opinion, not on facts. I don't know how many of you have seen the book. I have the book with me. Its own jacket cover says, quote unquote, it's packed with political gossip. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഗുജറാത്ത് മോഡൽ വികസനത്തെ ചൊല്ലിയായിരുന്നു കോൺഗ്രസും BJPയും കൊമ്പുകോർത്തതെങ്കിൽ 5ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മോദിയുടെ വിവാഹവും സഞ്ജയ് ബാരുവിന്റെ പരാമർശങ്ങളുമാണ് ഇരുകക്ഷികളും പ്രചാരണ രംഗത്ത് സജീവമാക്കി നിർത്തുന്നത്. മീഡിയ 1, ഡൽഹി. കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് സുരേഷ് ബാബു എന്നോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം തന്നെ BJPയുടെ ജോർജ് കുര്യൻ കോട്ടയത്ത്, പ്രമുഖ മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഈ പാനലിസ്റ്റുകളോട് ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പറയട്ടെ. പ്രത്യേകിച്ച് ശ്രീ സുരേഷ് ബാബു, ദ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. അതിലെ ഉള്ളടക്കങ്ങൾ വിവാദമായ പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ചിട്ട് രാജ്യമെമ്പാടും സജീവമായ ചർച്ച നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ച നമ്മൾ കൊണ്ടുവരുന്നത്. ചർച്ചയിലേക്ക് കടക്കാം നമുക്ക്. ശ്രീ സുരേഷ് ബാബു, വളരെ ഗുരുതരമായ ആരോപണങ്ങളടങ്ങുന്നതാണ് ദ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം. നയപരമായ എല്ലാ കാര്യങ്ങളും, 2ാം UPA സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ച നയപരമായ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഫയലുകൾ സോണിയാഗാന്ധി കണ്ട് അംഗീകരിച്ച ശേഷം മാത്രമാണ് മൻമോഹൻ സിംഗ് ഫയലിൽ ഒപ്പുവെച്ചത്. 2 ഭരണം നിലനിന്നിരുന്നു കേന്ദ്രത്തിൽ. ഒന്ന് സോണിയയുടെ കീഴിലുള്ള ഭരണം, അതിന് കീഴിൽ നിൽക്കേണ്ടി വന്നു മൻമോഹൻ സിംഗിന്. അദ്ദേഹത്തിന് ആഗ്രഹിച്ചവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പോലും സാധിച്ചില്ല. പലവട്ടം അദ്ദേഹം രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചു. പലവട്ടം അദ്ദേഹം ഒരു ആശയക്കുഴപ്പം ഭരണതലത്തിൽ ഉണ്ടാകുന്നതായി മാധ്യമ ഉപദേഷ്ടാവിനോട് ഷെയർ ചെയ്തതായി അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ദീർഘകാലത്തെ കോൺഗ്രസ് പ്രവർത്തന പരിചയ പാരമ്പര്യമുള്ള താങ്കൾക്ക് ഈ പുസ്തകത്തിലെ ഉള്ളടക്കത്തെ വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ താങ്കൾ മറുപടി പറയണം. സഞ്ജയ് ബാരുവിനെ പോലെ ഒരു മാധ്യമപ്രവർത്തകൻ എന്തിന് നുണ പറയണം? ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കിതിനകത്ത് ഒരു അപാകതയും കാണുന്നില്ല. ഞാൻ വിശദീകരിക്കാൻ തയ്യാറാണ്, വിശദീകരിക്കാം. ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ശ്രീമതി സോണിയാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPAയുടെ ചെയർപേഴ്സണുമാണ്. അവരാണ് ഭരണം നടത്തുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ. സംവിധാനത്തിൻ്റെ ഭരണഘടനാടിസ്ഥാനമായി പ്രധാനമന്ത്രി ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ജനാധിപത്യ രാഷ്ട്രീയ ക്രമത്തിൽ, ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വളരെ ശക്തമായ ഉത്തരവാദിത്വവും പങ്കാളിത്തവും ഭരണത്തിലുണ്ടാകണം. കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലയിലും UPA അധ്യക്ഷ എന്നുള്ള നിലയിലും ഒരു വ്യക്തിപരമായ കാര്യങ്ങൾക്ക് സോണിയാഗാന്ധി ഇടപെട്ട് അതിൽ മൻമോഹൻ സിംഗിനെ കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു എന്ന ആക്ഷേപമുള്ളതായി ഞാൻ വാർത്താമാധ്യമങ്ങളിലൂടെയും സൈറ്റുകളിലൂടെയും വന്നത് മാത്രം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. സബ്ജക്റ്റ് ടു കറക്ഷൻ. മറിച്ച് നയപരമായ കാര്യങ്ങളിൽ സോണിയാജി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണ അർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം കോൺഗ്രസിന് ഇത്തരം കാര്യങ്ങളിൽ വളരെ വ്യക്തമായ നയസമീപനങ്ങളുണ്ട്, സാമ്പത്തിക കാഴ്ചപ്പാടുണ്ട്, രാഷ്ട്രീയ. സർക്കാരിന് അടിമുടി ഉലച്ച 2G സ്പെക്ട്രം അഴിമതി കേസിൽ കുറ്റാരോപിതനായ A. രാജയെ മന്ത്രിസഭയിൽ നിലനിർത്താൻ വേണ്ടി മൻമോഹൻ സിംഗിനെ നിർബന്ധിച്ച വ്യക്തി സോണിയാഗാന്ധിയാണെന്ന് പറയുന്നു. നയപരമായ വിഷയമല്ല ഇത്. എന്തുകൊണ്ട് സംഭവിച്ചു? മന്ത്രിസഭയിലെ അംഗങ്ങളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ മൻമോഹൻ സിംഗ്, ഉദാഹരണത്തിന് ധനമന്ത്രി ആരെ ആക്കണം എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് റിസർവ് ബാങ്ക് ഗവർണർ സ്ഥാനത്ത് നിന്നും വിരമിച്ച രംഗരാജനെ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ സോണിയാഗാന്ധി അത് സമ്മതിച്ചില്ല. തുടർന്ന് അങ്ങോട്ട് മൻമോഹൻ സിംഗ് പിന്തുടർന്ന് പോകുന്ന സാമ്പത്തിക നയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഒരു സൂപ്പർ പ്രൈം മിനിസ്റ്ററായി സോണിയാഗാന്ധി പ്രവർത്തിച്ചു എന്നാണ് ആരോപണം. ഒരു കുട്ടിയും എക്സെപ്റ്റ് ദിസ് സഞ്ജയ് ബാരു, ഇന്ത്യ രാജ്യത്തിനെ രാഷ്ട്രീയം അറിയുന്ന ഒരു കുട്ടിയും, മാത്രവുമല്ല മാധ്യമരംഗത്തുള്ള ആളുകൾ പോലും ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായി സോണിയാഗാന്ധി ഒരു സൂപ്പർ പ്രൈം മിനിസ്റ്ററായി പ്രവർത്തിച്ചു എന്ന ആക്ഷേപം ഇന്ന് വരെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, നമുക്ക് ഈ കഴിഞ്ഞ 2004 പശ്ചാത്തലം കാണണമല്ലോ. 2004 കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി കൂടി ഡൽഹിയിൽ ചേർന്ന്
ഏകകണ്ഠമായി സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രി കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവായി തിരഞ്ഞെടുത്ത് പ്രധാനമന്ത്രി കസേരയിലേക്ക് ക്ഷണിച്ചപ്പോൾ, അതിന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമായി പിന്മാറുകയും തനിക്ക് ഒരാളെ നിർദ്ദേശിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ നിർദ്ദേശിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച് സഞ്ജയ് ബാരുവിൻ്റെ ഈ പരാമർശം പ്രബുദ്ധ ഭാരതം തിരസ്കരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇതുപോലൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കാൻ സഞ്ജയ് ബാരു തയ്യാറായതിന് പിന്നിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് താങ്കൾ പറയുകയാണെങ്കിൽ ഞാനത് നിഷേധിക്കാനൊന്നും തയ്യാറല്ല. അങ്ങനെയല്ല, താങ്കൾ അങ്ങനെ സംശയിക്കുന്നുണ്ടോ? ഇത്ര കാലം പ്രധാനമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന വ്യക്തി ആ അധികാര കേന്ദ്രത്തിലെ ഇന്ദ്രപ്രസ്ഥത്തിലെ രാഷ്ട്രീയ ഇടനാഴികളിൽ നടന്ന കച്ചവടങ്ങളും ഇടപാടുകളും എല്ലാം അടുത്തറിയാൻ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തി ഒരു തുറന്നെഴുത്ത് നടത്തുമ്പോൾ അത് മറ്റു താല്പര്യങ്ങൾ വെച്ചാണെന്ന് താങ്കൾ പറയുമോ? ഞാൻ പറയാലോ, ഒരു വളരെ ഇന്നർ സർക്കിളിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, മാധ്യമ ഉപദേഷ്ടാവ് എന്നൊക്കെ പറയുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും പ്രധാനമന്ത്രിയുമായും വളരെ ഇന്നർ സർക്കിളിൽ പ്രവർത്തിക്കുന്ന ഒരു 5 or 6 ആളുകളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ്. അത്തരം ഒരാൾ അവിടെ നടന്നിട്ടുള്ള രാഷ്ട്രീയവും രാഷ്ട്രീയേതരവുമായ ചർച്ചകളെ ഒരു പുസ്തക രൂപേണ പ്രസിദ്ധീകരിച്ചു കൊടുക്കുന്നത് മാധ്യമധർമ്മമല്ല, ജനാധിപത്യ ബോധമുള്ള ഒരു ധർമ്മമല്ല, വ്യക്തിപരമായി ഒരു മാന്യതയ്ക്ക് ചേരുന്നതുമല്ല. ശരി, അത് ധാർമ്മികതയുടെയും മാന്യതയുടെയും കാര്യമാണ് താങ്കൾ പറയുന്നത്. വിശ്വസിക്കാനോ അതല്ലെങ്കിൽ മറ്റു താല്പര്യങ്ങളുടെ പുറത്ത് ചെയ്താണെന്നോ താങ്കൾ ഇപ്പോഴും പറയുന്നില്ല. ശ്രീ ജോർജ് കുര്യൻ, ഇവിടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പുസ്തകം ഏതാണ്ട് BJP കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രധാനമന്ത്രിക്കും UPA സർക്കാരിനുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ആ ആരോപണങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തെ സഹായിക്കുന്ന തരത്തിലുള്ളതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത്തരമൊരു പുസ്തകം പുറത്തു വന്നതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച് സ്വാഭാവികമായും നമ്മൾ സംശയിക്കും. അതോടൊപ്പമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ഇതൊന്നും തന്നെ വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല, പുസ്തകം വിറ്റഴിയാൻ വേണ്ടിയും പണം ഉണ്ടാക്കാൻ വേണ്ടിയും സെൻസേഷണലൈസ് ചെയ്യാൻ വേണ്ടിയുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എന്നാണ്. എന്താണ് മറുപടി? തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രധാനമന്ത്രിയും ജനങ്ങളുമായിട്ടാണ് ബന്ധം. പ്രധാനമന്ത്രിക്ക് ബാധ്യത ജനങ്ങളോടാണ്. അതിനിടയിലാണ് ഈ കുടുംബം കയറി വരുന്നത്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പണ്ട് തൊട്ട് തന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബമാണ്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബമാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ ഇത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിക്ക് ജനങ്ങളോടാണോ കടപ്പാട്, രാജ്ഞിയോടാണോ കടപ്പാട്? അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. ഇവിടെ കാണുന്നത് പ്രധാനമന്ത്രി സഞ്ജയ് ബാരുവിനോട് പറയുന്നു, ഒരു കാര്യത്തിലും എൻ്റെ പേര് വരാൻ പാടില്ല. സോണിയാഗാന്ധിയുടെ പേര് ആദ്യം വന്നതിന് ശേഷം എന്നെ വന്നില്ല എങ്കിൽ അവർ പരസ്യമായിട്ട് എന്നെ അപമാനിക്കും എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത് നിന്നയാളാണ്. മാത്രമല്ല ഈ സമയത്ത് വരാൻ കാരണം ഇത് മൻമോഹൻ സിംഗ് ഇത് വരണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം വളരെ കറിവേപ്പില പോലെ അദ്ദേഹത്തെ എടുത്തു മാറ്റുന്ന ഒരവസ്ഥ. അദ്ദേഹം മൂന്നാമതൊരു ചാൻസിനും കൂടെ തയ്യാറാണ് എന്ന് പറഞ്ഞ അവസരത്തിൽ വിളിച്ചു വരുത്തിയിട്ട് വേണ്ട എന്ന് പറയുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഒരു പപ്പറ്റ് പ്രധാനമന്ത്രി അത് ജനാധിപത്യത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. തീർച്ചയായിട്ടും ഭരണഘടന അതീതമായിട്ടുള്ള ഒരു ശക്തി ആ നമ്മുടെ ഭരണകൂടത്തെ നിയന്ത്രിച്ചു എന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് രാജ്യം ഇത്രയും തകർന്നത്, കോൺഗ്രസ് ഇത്രയും തകരുന്നത്, രാജ്യം ഇത്രയും തകരുന്നത്. ജനങ്ങളും ഭരണാധികാരിയുമായിട്ട് ബന്ധമില്ല, അതിനിടയിൽ ഇടനിലക്കാർ വരുന്നു. ശ്രീ ജോർജ് കുര്യൻ, പ്രധാനമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന വ്യക്തിക്ക് ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്ന രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച്, സർക്കാരിൻ്റെ അണിയറയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പുസ്തകം എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് മാധ്യമധർമ്മത്തിൻ്റെ ലംഘനമാകും എന്ന് പറയുന്നതിനോട് യോജിക്കാനുമാകില്ല. പക്ഷേ അതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത സന്ദർഭം അതൊരു തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മോട്ടീവ് എന്താണ് എന്ന കാര്യം സംശയത്തിൻ്റെ നിഴലിലാകുന്നു. അതല്ല ഞാൻ പറഞ്ഞത്, മൻമോഹൻ സിംഗ് ലോകത്തെ ഇത് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. സോണിയാഗാന്ധി തന്നെ അടക്കി ഭരിക്കുകയായിരുന്നു.